കൂട്ടുകാരെ, ഇന്ന് എക്സാം ആയിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ എക്സാം എഴുതാൻ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? സാരല്ല, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാവരും മറക്കും. പിന്നീട് പുതിയ ന്യൂസുകൾ വരും, പിന്നെ അതിൻ്റെ പിറകെ ആയിരിക്കും. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ സുഖമായിട്ട് ജീവിക്ക്. ഞാനിവിടെ ഉണ്ടാവും. ഒരു കാര്യത്തിലേ സങ്കടമുള്ളൂ, പലഹാരം വാങ്ങിക്കാൻ ക്യാഷ് തന്നു വിട്ടത് എന്നെ. ഞാൻ വരാൻ പാടുണ്ടായിരുന്നില്ല അവിടെ. തുരുതുര തല്ലുമ്പോ കുറച്ച് കഴിയുമ്പോൾ നിർത്തും കരുതി. പക്ഷേ ശരിക്കും നിങ്ങൾ ഞാൻ മരിക്കണം കരുതി തല്ലിയതാണല്ലേ. എന്തിനാ എന്നെ കൊന്നത്? എൻ്റെ ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും ആരും ഇല്ലാതായില്ലേ? ഞാൻ ഒരു പാവല്ലേ? ഞാനും നിങ്ങളുടെ കൂട്ടുകാരനല്ലേ? എനിക്ക് നീതിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ശബ്ദിക്കുന്നുണ്ട്. പക്ഷെ നീതി കിട്ടൂലെന്നറിയാം. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ജെ ആക്ട്. എന്ത് കാര്യ? നിങ്ങൾ എന്നെ കൊന്നു തള്ളി, നിങ്ങൾ സുഖമായിട്ട് ജീവിക്കും. ഒറ്റപ്പെട്ടതും സങ്കടക്കടലിലായതും എൻ്റെ ഉപ്പച്ചി ഉമ്മച്ചി മാത്രം. അവർക്ക് ക്ഷമ കൊടുക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇന്നെനിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ശബ്ദിച്ചു. വലിയ സന്തോഷം. പ്രത്യേകിച്ച് ആ ടീച്ചറമ്മ പറഞ്ഞത് സത്യമാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളം ഉണ്ടാവില്ല. നിയമങ്ങൾ മാറ്റി എഴുതണം. കുട്ടികൾക്ക് രക്ഷിതാക്കളെയും അധ്യാപകരെയും പേടിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മക്കളെ, ഇനിയെങ്കിലും കണ്ണു തുറക്കുക. നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടുകാരെ എല്ലാവരെയും ബഹുമാനിക്കുക. ആരെയും ദ്രോഹിക്കാതിരിക്കുക. നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാല് സങ്കടപ്പെടുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അവരോർത്തെങ്കിലും ഇനിയെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.